ഹായ് കൂട്ടുകാരെ, 2023-24 നടന്ന സെക്കൻഡ് ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മളുടെ ചാപ്റ്ററാണോ ടാൻജൻസ് ആയിരിക്കും. ഓക്കെ, ടാൻജൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യുലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, 20ാമത്തെ ചോദ്യമാണ്. ചോദ്യങ്ങൾ കിട്ടാനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ നോക്കിയാൽ മതി. വാട്സപ്പ് ചാനലിനകത്ത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. ഓക്കെ, അത് നോക്കി ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ എക്സാമിന്. ആ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ ചാനലിൽ കുറച്ച് സർപ്രൈസുകളും കൂടെ ചെയ്യുന്നുണ്ട്, നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ 20ാമത്തെ ചോദ്യം ടാൻജന്റ് എന്ന ചാപ്റ്ററിലെ ഈ ചാപ്റ്ററിൽ എ ബി അങ്ങനെ രണ്ട് പാർട്ട് ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് എ പാർട്ട് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബി പാർട്ട് എന്ന് പറയുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് വരയ്ക്കുക എന്നുള്ളത് ബോർഡിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് പെട്ടെന്ന് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇപ്പം ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നീട് നമുക്ക് വരയ്ക്കുന്നതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം. നോക്കാം. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ. ഈ സർക്കിളിന്റെ സെന്റർ ആണ് O. അതേപോലെ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി ആർ ടാൻജൻസ് ഓഫ് ദി സർക്കിൾ. ഈ ട്രയാങ്കിളിന്റെ സൈഡുകൾ ഈ സർക്കിളിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത് അതിന്റെ തൊടുവരകളാണ് അഥവാ ടാൻജന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പി ഒ ക്യു? പി ഒ ക്യു എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സിമ്പിൾ ആണ് ആ ഉത്തരം. പി ഒ ക്യു അതായത് ഒരു സർക്കിൾ തന്നിട്ട് അതിന്റെ വെളിയിലുള്ള ഒരു പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കാൻ പറ്റുന്ന മാക്സിമം ടാൻജന്റുകളുടെ എണ്ണം 2 ആണ്. നമ്മൾ സ്ഥിരം പറയുന്നതാണ് ഇത് കേട്ടോ, 2 ആണ്. അത് രണ്ടും തുല്യവുമാണ്. പിന്നെ പറയുന്നത് സർക്കിളിന്റെ സെന്റർ ഉണ്ടാവും. സർക്കിളിന്റെ സെന്ററിന് ഈ ടാൻജന്റിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഈ ടാൻജന്റിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. ഇത് രണ്ട് 90 ഡിഗ്രി ആകും. ഓക്കെ അല്ലേ? ആ 90 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ 180 ആകും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 180 കിട്ടണം. അതിന്റെ റൂൾ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഇന്റേണൽ ആംഗിൾസിന്റെ എല്ലാം കൂടെ സം എന്ന് പറയുന്നത് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 90 ഇവിടെ 90, അപ്പൊ ഒരു 180 അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഉള്ളത് 180 ആണ്. അപ്പൊ ഇത് തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും എന്ത് കിട്ടൂ? 180 കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് എ പി എ ക്യു അല്ലെ, അത് രണ്ടും തുല്യമാണ്. അതേപോലെ ഒ ക്യൂവും ഒ പിയും റേഡിയസുമാണ്. സോ ഇവിടെ 90 വരും, 180 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയാലും എന്ത് കിട്ടണം? 180 കിട്ടണം. പിടിയോ? അങ്ങനെയാണെങ്കിൽ ഏ ചോദ്യത്തില് 180 മൈനസ് 55 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഏതാണ്? ആംഗിൾ പി ഒ ക്യു. 180 മൈനസ് 55 എത്ര കിട്ടും? 55ന്റെ കൂടെ 5 കൂട്ടി 60 കിട്ടും. ബാക്കി 120. കിട്ടിയാൽ 125 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അത്രേ ഉള്ളൂ. ആ ചോദ്യത്തിൽ അത്രമേ ഉള്ളൂ. അതായത് നമുക്ക് 1 മിനിറ്റിൽ ഉള്ളിൽ ചെയ്യാൻ പറ്റും ആ ചോദ്യം. പിന്നെ വരയ്ക്കാൻ എടുക്കുന്ന സമയമാണ് ബാക്കി ആ കണക്കിന് വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ.